ഹലോ, നമുക്ക് വീടിനടുത്ത് നല്ല പണക്കിഴങ്ങ്, വിളയിലെ കിഴങ്ങ് അറിയാം, മരിച്ചിനി അറിയാമല്ലോ, കപ്പ. അതൊന്ന് ഞാൻ സ്റ്റിക്ക് ചെണ്ട പുഴുങ്ങണമെന്ന് പറയും നമ്മളിവിടെയൊക്കെ. അതൊന്ന് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ കടുക് താളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടത് ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണേ. നല്ല പണക്കിഴങ്ങാണ്. ഇതിങ്ങനെ മുറിച്ചിടുന്നതിൻ്റെയാണ് ചെണ്ട എന്ന് പറഞ്ഞാൽ ചെണ്ട പുഴുങ്ങിയത്. പിന്നെ സ്റ്റിക്കി എന്നും പറയും. സ്റ്റിക്കി അല്ല, സ്റ്റിക്ക്. കഴിഞ്ഞ വർഷം പുഴുതപ്പം ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വേഗമായിരുന്നു. ഇപ്പോഴത്തെ അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് ഞാൻ പുഴുങ്ങി നോക്കിയായിരുന്നു. നമ്മളിവിടെയൊക്കെ മരിച്ചിനി കിഴങ്ങ് ഇതൊക്കെ തന്നെ പറയുന്നത്. ഇന്ന് സൺഡേ സ്പെഷ്യൽ ഇതാണേ. നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുമോ? നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ വരാണ്ട് ആദ്യമായിട്ട് വന്നതാണിത്. അപ്പോൾ പബ്ലിക് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് വേറെ ഒരു പരിചയവും ഇല്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴുകി എടുത്തുകൊണ്ട് വരാവേ. ആദ്യം നമുക്കിതിന് കറിക്കുള്ളത് ആദ്യം ചെയ്തിട്ട് മരിച്ചിനടുപ്പ് വയ്ക്കാവേ. ഉണ്ടോ? ഞാൻ വറ്റൽമുളക് ഇങ്ങനെ പപ്പടം കുത്തിയിട്ട് ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ഇതിനെ. അപ്പോൾ നമ്മുടെ മുളക് മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇപ്പോൾ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ചെണ്ട എന്ന് പറയുന്നത്. ചെണ്ട പുഴുങ്ങിയെന്ന് പറയുന്നത് തന്നെയാണ്. ഉണ്ടോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെന്തിട്ട് കാണിക്കാം. അപ്പോൾ നല്ല വെന്ത് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ തളിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ, വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് ഒഴിച്ച് നമുക്കതിനിങ്ങനെ പാറ്റിയെടുക്കാം. എല്ലാ സ്ഥലത്തും ഇതാവാൻ വേണ്ടി അങ്ങനെ ചെയ്ത്. അപ്പം നമ്മുടെ ചെണ്ട പുഴുങ്ങിയ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ വറുത്ത മുളകുണ്ടല്ലോ, നമ്മൾ ചുട്ടെടുത്തില്ലേ, ആ മുളകിന് ഉപ്പ് കൂട്ടി നന്നായിട്ട് പൊടിച്ച് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കെടുത്ത് കഴിക്കാം. ഇതിൽ നിന്നൊരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് ഇതെങ്ങനെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കഴിക്കുക. സൺഡേ സ്പെഷ്യലാണിത്. അപ്പോൾ ഞാൻ വയൽ വയ്ക്കാം. ഇതൊരു സൂപ്പർ ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണേ. നേരത്തെ നിങ്ങൾക്കെന്ന് പറഞ്ഞെടുത്ത് ഞാൻ കഴിച്ചു. എനിക്ക് കൊതി സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി എല്ലാവരും കഴിക്കുക. എല്ലാവർക്കും അറിയാവുന്നുള്ള വിഭവം തന്നെയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിതുണ്ടാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, താങ്ക് യു.